ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1649. ഇന്ന് ജൂലൈ മാസം 6-ാം തീയതി, 188-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം പങ്കുവെക്കുന്ന നല്ല ശമരിയക്കാരന്റെ കഥ. അങ്ങനെയൊരു തലക്കെട്ടൊന്നും ആ കഥയ്ക്ക് ആദ്യമില്ലായിരുന്നു. പിന്നീട് കൂട്ടിച്ചേർത്തു. ന്യായശാസ്ത്രിയുടെ നല്ലൊരു ചോദ്യമുണ്ട്. യേശുവിനോടാണ്, എന്റെ അയൽക്കാരൻ ആരാണ്? അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് പൊതുവെ ഈ കഥയെ നമ്മളിങ്ങനെ കണ്ടതും കാണുന്നതും. എന്റെ അയൽക്കാരൻ ആരാണ്? അതിലും ഒരു തിരുത്തൽ ആവശ്യമുണ്ട്. യേശുവിന്റെ കഥയും തുടർന്നുള്ള നിർദ്ദേശവും മറുപടിയുമൊക്കെ ആ ന്യായശാസ്ത്രിയുടെ ചോദ്യത്തെ തന്നെ ഒന്ന് തലകീഴ് മറിച്ചിടാനായിട്ട് യേശു ശ്രദ്ധിക്കുന്നു. എന്റെ അയൽക്കാരൻ ആര് എന്നല്ല നീ ഇനി ചോദിക്കേണ്ടത്, ഞാനും ചോദിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും. പിന്നെ ഞാൻ ആരുടെയൊക്കെ അയൽക്കാരനാണെന്നാണ്. കുറച്ച് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിന്റെ പേരാണ് ക്രിസ്തു യേശു. എന്റെ അയൽക്കാരൻ ആരെന്നുള്ള ചോദ്യം ഞാനിനി വിടുകയാണ്. മറിച്ച് ഞാൻ ആരുടെയൊക്കെ അയൽക്കാരനാണ്, ഞാൻ ആരുടെയൊക്കെ അയൽക്കാരൻ ആകേണ്ട ആളാണ്. കാര്യങ്ങൾ ശരിക്കും തകിടം മറിഞ്ഞിട്ടുണ്ട്, അല്ലേ? അതോടുകൂടിയാണ് അയാളും യേശുവിൽ നിന്ന് എങ്ങനെയാവും മടങ്ങിപ്പോയിട്ടുണ്ടാവുക. ഒന്നും തിരിച്ചറിയാത്തവനായി, ഒന്നിലും ഒരു തിരുത്തലുകൾ വരുത്താനായിട്ട് മനസ്സില്ലാത്തവനായി മടങ്ങിപ്പോവുകയാണ്. അങ്ങനെയാണ് എന്റെയും ക്രിസ്തു ആരാധനകളൊക്കെ. അവനിൽ എത്തുന്നുണ്ടാവും. പക്ഷേ കിട്ടുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒന്നും ഒരിക്കലും ഒട്ടും സ്വീകാര്യമല്ല. അതൊന്നും പാലിക്കാനായിട്ട് അസാധ്യമാണ്. എനിക്ക് സഹായങ്ങൾ നൽകുന്ന, എന്നെ താങ്ങുന്ന ഒരു അയൽക്കാരെയും ഞാൻ അന്വേഷിക്കുന്നില്ല. മറിച്ച് മറ്റുള്ളവർക്കൊരു താങ്ങും തണലുമായി മാറുന്ന ഒരു നല്ല അയൽക്കാരനായിട്ട് ഞാൻ മാറുക എന്ന് പറഞ്ഞാല് കുറെ പണിപ്പെട്ട കാര്യമാണ്. പലതും ത്യജിക്കേണ്ടി വരും, പലതും സഹിക്കേണ്ടി വരും, പുതുതായിട്ട് പലതും ഏറ്റെടുക്കേണ്ടി വരും. ഒട്ടും താല്പര്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ വിശ്വാസത്തിന്റെ, ക്രിസ്തുവിന്റെ നാമം പേറിയുള്ള ചില കാട്ടിക്കൂട്ടലുകളോടുകൂടി അങ്ങ് മുമ്പോട്ട് പോകാനാണ് പ്രാർത്ഥനയും പരിശ്രമവും ഒക്കെ. എന്തായാലും ക്രിസ്തുവേശു ന്യായശാസ്ത്രിയോട് കഥയൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ പറയുന്നുണ്ട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ 3 പേരില് ആരാണ് ശരിക്കും കൂട്ടുകാരനായി തീർന്നതെന്ന ഒരു ചോദ്യം ഇന്നും പ്രപഞ്ചത്തിൽ മുഴങ്ങുന്നുണ്ട്. ഞാനും നിങ്ങളും അത് ഇനിയെങ്കിലും കേൾക്കുന്നില്ല എന്ന് പറയരുത്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.